ഒരു 1-2 വർഷം ഗ്യാപ്പിൽ നമുക്കൊരു ബുൾ റൺ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമ്മൾ ബുക്ക് ചെയ്ത് സേഫ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലോട്ടോ ഒക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. ഗോൾഡിനേക്കാൾ വളരെ വലിയ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ US ഫണ്ടുകളൊക്കെ ആക്ച്വലി ഓൾ ടൈം ഹൈയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിക്ഷേപിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സിൽവറിന് വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് അത്രയും റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു 6 monthsോ 1 year കൊണ്ടോ ഒന്നും ഒരു ഫണ്ട് പെർഫോം ആണ് അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കയ്യിലുള്ള മുഴുവൻ പൈസ കൊണ്ടുപോയി ബ്ലൈൻഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലോ ഒന്നും നിക്ഷേപിക്കരുത്. കാരണം മാർക്കറ്റ് തിരിച്ചു കയറിയാലും ചിലപ്പോൾ ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്ടർ പെർഫോം ചെയ്യണമെന്നില്ല. സോ ഒരു 50% ഗോൾഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ 70-80% ഗോൾഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു 20-30% സിൽവറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് തോന്നുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ വീട് പണി ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ ഇതൊക്കെ മുന്നിൽ കണ്ട് 2 വർഷമൊക്കെ മുൻപേ പണം പിൻവലിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ചില സമയങ്ങളിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 2 വർഷം മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇനി അടുത്ത 1-2 വർഷം ചിലപ്പോൾ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഒരു റാലി തരും. മേ ബി ഒരു 2 അങ്ങനെയാണ് ഇതുവരെ നമ്മൾ കാണാറുള്ളത്. 2014 to maybe 10 to 14 സൈഡ് വേസ് ആയിരുന്നു, പിന്നെ ഒരു റാലി തന്നു. പിന്നെ 2018 to 20 വലിയൊരു സൈഡ് വേസ് ആയിരുന്നു, അതിനുശേഷം 22 വരെ വലിയ റാലി തന്നു. 22 സൈഡ് വേസ് ആയിരുന്നു, അതിനുശേഷം 24 വരെ റാലി തന്നു. ഇപ്പൊ സൈഡ് വേസിൽ പോകുന്നു. മേ ബി 27, 28, 29 വലിയൊരു ബുൾ റൺ ആയിരിക്കും. ആ സമയത്ത് ഇപ്പൊ 2013-ലോ 30-ലോ അല്ലെങ്കിൽ അത് ഒരു 1-2 വർഷം ഗ്യാപ്പിൽ നമുക്കൊരു ബുൾ റൺ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നമ്മൾ ബുക്ക് ചെയ്ത് സേഫ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലോട്ടോ ഒക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. US വിപണിയിൽ നിക്ഷേപിക്കുന്ന ചില ഫണ്ടുകൾക്ക് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നല്ല തീരുമാനമാണോ, ഉചിതമായി? ഇപ്പൊ US ഫണ്ടുകളൊക്കെ ആക്ച്വലി ഓൾ ടൈം ഹൈയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിക്ഷേപിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 5% ഒക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ എക്സ്പോഷർ കൊടുക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ കയ്യിലെ പോർട്ട്ഫോളിയോയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് മോശം പ്രകടനം കാഴ്ചവെക്കുകയാണോ നമുക്ക് മനസ്സിലാക്കാൻ എത്ര കാലം കാത്തിരിക്കണം? ഒരു 2 വർഷമെങ്കിലും വേണം. നമുക്കൊരു 6 monthsോ 1 year കൊണ്ടോ ഒന്നും ഒരു ഫണ്ട് പെർഫോം ആണ് അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 2 വർഷം കൊണ്ടും ആ ഒരു 2 വർഷത്തിൽ അത് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള പിയർ മ്യൂച്വൽ ഫണ്ടുകളെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു അണ്ടർ പെർഫോം ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ബെറ്റർ മ്യൂച്വൽ ഫണ്ടിലോട്ട് മൂവ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ആണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അത് നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. സോ ഒരു 25-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 വർഷം 25 വർഷം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 5,000 രൂപ മന്ത്ലി അല്ലെങ്കിൽ 6,000 രൂപ മന്ത്ലി നിക്ഷേപിച്ചാൽ പോലും ഒരു 25 years കൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വിപണിയിലെ അസ്ഥിരത കണക്കിലെടുക്കുമ്പോൾ ഒരു നിക്ഷേപകന് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളാണോ കുറച്ചും കൂടെ ഉചിതമായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഫ്ലെക്സി ക്യാപ്പിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിന്റെ അലോക്കേഷൻ ഫണ്ട് മാനേജർ തന്നെ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്ലെക്സി ക്യാപ്പ് നല്ലൊരു രീതിയാണ്. കാരണം ഒരു ബിഗിനർക്ക് ഇപ്പൊ ഏതാണ് വാല്യുവേഷൻ വൈസ് ബെറ്റർ എന്നൊന്നും മനസ്സിലാക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കത്തില്ല. പക്ഷെ അതൊരു ഫണ്ട് മാനേജർക്ക് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ കൂടെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. സോ അത് ഇക്വിറ്റിയിലും അതേപോലെ തന്നെ നമ്മളുടെ ഗോൾഡിലും ഡെപ്റ്റിലും, ഗോൾഡ് മീൻസ് കൊമോഡിറ്റിയിലും ഡെപ്റ്റിലും 3 അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും മിനിമം. അതുകൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് അവർ അസറ്റ് ക്ലാസ്സും ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നുള്ളതും അവർ സിറ്റുവേഷൻ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല റിട്ടേൺസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ടൊക്കെ എനിക്ക് തോന്നുന്നു 20% അപ്പോൾ ലാസ്റ്റ് 15-20 years CAGR കൊടുത്തിട്ടുണ്ട്. മീൻസ് അതിന്റെ ആവറേജ് നോക്കിയാൽ കൊടുത്തിട്ടുണ്ട്. സോ അതും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ്. ഇപ്പൊ വാർ ടൈം കൂടിയാണല്ലോ, നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് മാർക്കറ്റ് ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലർ പാനിക് ഒക്കെ ആവുമല്ലോ. അതെ. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഇത്തരത്തിലുള്ള ന്യൂസുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ വളരെ ടെമ്പററി ആണ്. അപ്പൊ അതൊക്കെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കയ്യിലുള്ള മുഴുവൻ പൈസ കൊണ്ടുപോയി ബ്ലൈൻഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിലോ ഒന്നും നിക്ഷേപിക്കരുത്. കാരണം മാർക്കറ്റ് തിരിച്ചു കയറിയാലും ചിലപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഇല്ലെങ്കിൽ ആ ഒരു സെക്ടർ പെർഫോം ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്തൊക്കെ ഡിഫൻസ് സെക്ടറിൽ കൊണ്ടുപോയി ഭയങ്കരമായിട്ട് പൈസ നിക്ഷേപിച്ചവരുണ്ട്. കയ്യിലെ ക്യാപിറ്റലിന്റെ 50-60-70% ബഡ്ജറ്റ് വരും, ഡിഫൻസിന് ഭയങ്കര അലോക്കേഷൻസ് വരും, സോ സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യും എന്നുള്ളത് വിചാരിച്ച്. പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല. അപ്പം അവരുടെ ക്യാപിറ്റലൊക്കെ ഇപ്പൊ ലോക്കായി കിടക്കുവാണ്. ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അതിന് മുൻപുള്ള ഒരു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരുന്നു ഈ RVNL, ഇർക്കോൺ, IRFC. സോ റെയിൽവേ സ്റ്റോക്കുകൾ അത് വളരെ വലിയ രീതിയിൽ മൂവ് ചെയ്തതാണ്. സോ ആ സ്റ്റോക്കുകളിലും റെയിൽവേ സെക്ടർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചൊരു ഡിപ്പ് വന്നപ്പം വലിയ പൈസ കൊണ്ടുപോയി നിക്ഷേപിച്ചവരുണ്ട്. അതേപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വലിയ പൈസ കൊണ്ടുപോയി നിക്ഷേപിച്ചവരുണ്ട്. സോ ഓരോ കാലഘട്ടത്തിലും ഓരോ സെക്ടേഴ്സ് മൂവ് ചെയ്യും, അതിനുശേഷം അതൊരു ഡിപ്പ് തരും. സോ ഇങ്ങനെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിൽ കൊണ്ടുപോയി ഒരു വാർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ന്യൂസ് വരുമ്പോഴോ കൊണ്ടുപോയി ഫുൾ എമൗണ്ട് കൊണ്ടുപോയി ഇടുന്നവരുണ്ട്. സോ അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് തന്നെ ചെയ്യാവൂ. ഈ മാർക്കറ്റ് വീണു, വാറ് വന്നു, ഒരു ഡിപ്പ് കിട്ടി. ഈ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്തിടുക. ഒരു സെക്ടറിൽ കൊണ്ടുപോയി ഇടരുത്. മാത്രമല്ല നിങ്ങളുടെ കയ്യിലെ മുഴുവൻ പൈസയും കൊണ്ടുപോയി നിക്ഷേപിക്കരുത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. സ്വിംഗ് ട്രേഡിംഗിൽ സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സാങ്കേതിക കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്വിംഗ് ട്രേഡിങ് വെക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മൂവിങ് ആവറേജിന്റെ താഴെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 20 മൂവിങ് ആവറേജോ അല്ലെങ്കിൽ 50 മൂവിങ് ആവറേജിന്റെ താഴെയോ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോയുടെ താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പം ജസ്റ്റ് ബ്രേക്ക് ഔട്ട് തരുന്നു, ആ തരുന്ന ദിവസത്തെ ക്യാൻഡലിന്റെ ലോയിലൊന്നും കൊണ്ടുപോയി അത്രയും ടൈറ്റായി സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം സർ ശ്രദ്ധിക്കാറുള്ളത്? ഫസ്റ്റ് മാർക്കറ്റിന്റെ കണ്ടീഷനാണ്. ഞാൻ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കും. ഇപ്പം ക്വസ്റ്റ്യൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് ആ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്ക് ആണോ എന്ന് നോക്കും. അതിന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു 200 മൂവിങ് ആവറേജിന്റെ മുകളിലോ ആയിരിക്കണം സ്റ്റോക്ക് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് കൂടി ഞാൻ നോക്കാറുണ്ട്. പിന്നെ ആ ഒരു സ്റ്റോക്കിൽ ഒരു അപ്സൈഡ്, ചില സ്റ്റോക്കുകളുണ്ട് വളരെ ചോപ്പി ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും, അതിനൊരു അപ്സൈഡ് മൂവ് തരുന്ന ഒരു ക്യാരക്ടറേ ഉണ്ടാവില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു 2 ദിവസം കയറും, പിന്നെ അത് സൈഡ് വേസിലോട്ട് കുറേ നാൾ പോകും, പിന്നെ ജസ്റ്റ് 2 ദിവസം കയറും, പിന്നെ അത് സൈഡ് വേസിലോട്ട് പോകും. സോ അത്തരം ക്യാരക്ടറുള്ള സ്റ്റോക്കുകൾ നമ്മൾ ബ്രേക്ക് ഔട്ട് ആണെന്ന് വിചാരിച്ചെടുത്താലും അത് പിന്നെ മൂവ് ചെയ്യാത്തൊരു സിറ്റുവേഷൻസ് വരാറുണ്ട്. സോ ആ ഒരു സ്റ്റോക്കിന്റെ ഹിസ്റ്ററി അത് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് മൂവ്മെന്റ് തരാറുണ്ടോ എന്നുള്ളത് അതിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ 200 മൂവിങ് ആവറേജിന്റെ മുകളിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. മൂന്നാമത്തത് ഹൈ ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കും. ചില സ്റ്റോക്കുകളിൽ തീരെ വോളിയം ഉണ്ടാകാറില്ല. സോ നല്ല വോളിയം ഉള്ള നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളാണോ എന്ന് നോക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ ആ ഒരു സ്റ്റോക്കിന്റെ സെക്ടർ കൂടി ബുള്ളിഷ് ആണോ എന്ന് നോക്കും. സോ ഒരു സെക്ടറിന്റെ സപ്പോർട്ടും കൂടി നമുക്കുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ വന്ന് ചോദിക്കുന്ന സംശയം എന്താണ് ഇതിനകത്ത്? സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യും, ഇല്ലെങ്കിൽ താഴോട്ട് പോയ ഒരു സ്റ്റോക്ക് തിരിച്ചു കയറി വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റോക്ക് താഴോട്ട് പോയിട്ടുണ്ട്, അത് തിരിച്ചു കയറി വരുമോ എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ് എന്ന് പറയുമ്പോൾ, ട്രേഡിംഗ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് അല്ല. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. സോ ഒരു സ്റ്റോക്കിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ നമ്മളുടെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നു, അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, നമ്മൾ അതിന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. ഇതിലേതെങ്കിലും ഒന്ന് ഹിറ്റായാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. അല്ലാതെ നമുക്കൊരു താഴോട്ട് പോയ ഒരു സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യാതെ വീണ്ടും താഴോട്ട് പോകുമ്പോൾ ആവറേജ് ചെയ്ത് ഇതിനെ തിരിച്ച് കയറി വരുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അതിലൊരു പ്രിഡിക്ഷൻ ഓക്കെ ഇവിടെ നിന്ന് ഇത് തിരിച്ചു കയറുമായിരിക്കും എന്ന് വിചാരിച്ച് പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഒന്നും നമുക്ക് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം കുറെ സാധാരണ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണത്. അപ്പം നമുക്ക് വരുന്ന ചോദ്യം അതാണ്, ഞാൻ 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് മേടിച്ചു, 85 രൂപയിലെത്തി, അത് തിരിച്ച് കയറി വരുമോ എന്നുള്ളത്. അത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. ആളുകൾ നിർബന്ധമായും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട, ഇപ്പോഴും ആളുകൾ ഇതിന് മടിക്കാറുണ്ടല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ ഭയങ്കര മടിയുണ്ട്. അപ്പം അത്ര ആളുകളോട് എന്താണ് പറയാനുള്ളത്?
എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ എത്ര പൈസ നിക്ഷേപിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എത്ര നേരത്തെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഇപ്പം ഒരു 25-ാമത്തെ വയസ്സിൽ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും ഒരു 40-ാമത്തെ വയസ്സിൽ ഒരു 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും തമ്മിൽ 50-ാമത്തെ വയസ്സിൽ റിട്ടേൺ കിട്ടുമ്പോൾ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം 40-ാമത്തെ വയസ്സിൽ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 10-25 ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത്. എന്നാൽ 25-ാമത്തെ വയസ്സിൽ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 50 വയസ്സെത്തുമ്പോഴത്തേക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും. അപ്പം നമ്മൾ ഇതിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലല്ല, എത്ര സമയം അതിനെ വളരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് ആളുകളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഇപ്പം ഒരു കയ്യിലൊരു തുകയുണ്ട്, അത് സേവിങ്സ് ആണ് എന്നുള്ളതാണല്ലോ. അപ്പൊ എമർജൻസി ഫണ്ടും അതിന്റെ പ്രാധാന്യവും ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ ആളുകൾക്ക് മനസ്സിലാവാത്തതുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഇപ്പം ഇതിന്റെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി പേഴ്സണൽ ഫിനാൻസിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ജോലി ചെയ്തു, ഫണ്ട് സേവ് ചെയ്ത് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഒരു 5 ലക്ഷം രൂപയാക്കി എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ് ചെറിയൊരു രോഗം വന്നാലോ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 5 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് എഫോർട്ടൊക്കെ 0 ആവും. ചിലപ്പോൾ അതിൽ പോലും നിൽക്കണം എന്നില്ല ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വെച്ചുകൊണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഒരു ഇൻഷുറൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ എമർജൻസി ഫണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോബ് പോവാം. ചിലപ്പോൾ നമ്മൾ ആ ഒരു പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതിപ്പോൾ ഒരു നെഗറ്റീവ് റിട്ടേണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്ത് എടുക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളുടെ ഒരു 6 months എക്സ്പെൻസ് നമുക്കറിയാലോ, ഒരു മന്ത്ലി നമുക്ക് എത്ര രൂപ വേണം എന്നുള്ളത് എക്സ്പെൻസ്. അതിൻ്റെ ഒരു 6 times നമ്മളെപ്പോഴും ഒന്നെങ്കിൽ ലിക്വിഡ് ഫണ്ട് ഇല്ലെങ്കിൽ FD ആയിട്ടൊക്കെ നമ്മളതിനെ കയ്യിൽ കരുതുക. അതിനുശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരേണ്ടത്. ഈ ഗോൾഡും സിൽവറും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗോൾഡിൽ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഇടിവുണ്ട്, ആ സമയത്ത് നമ്മൾ വാങ്ങാനൊക്കെ ഒരു താല്പര്യം കാണിക്കും. സിൽവറും ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഗോൾഡിലാണോ സിൽവറിലാണോ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊരു വലിയ സംശയമുണ്ട്. ഇനി വരും കാലങ്ങളിൽ സിൽവറിന് ഭയങ്കര മാർക്കറ്റ് ഉണ്ട്, EV വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഗോൾഡ് ആയിരിക്കുമോ സിൽവർ ആയിരിക്കുമോ നമുക്ക് ഭാവിയിൽ കൂടുതൽ റിട്ടേൺ തരിക? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ സിൽവറിന് വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് അത്രയും റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഇൻസ്ട്രുമെന്റിന് ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് സെയിം ടൈം, അതായത് റിസ്ക്കും റിവാർഡും അതിന്റെ ഒപ്പം തന്നെയായിരിക്കും. സോ റിസ്ക് കൂടുതലാണ്, റിവാർഡും കൂടുതലാണ്. അതിൽ സിൽവർ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ വളരെ വലിയ രീതിയിൽ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭാവിയിലോട്ട് വളരെ വലിയ ഡിമാൻഡ് വരുമെന്നും അതിന്റെ വില ഉയരുമെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ റിട്ടേൺ, ഗോൾഡിനേക്കാൾ വളരെ വലിയ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഗോൾഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, അവിടെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് 10-25 വർഷമായിട്ട് അല്ലെങ്കിൽ 10-40-50 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത 10 വർഷവും 20 വർഷവും കഴിഞ്ഞാലൊക്കെ ഗോൾഡിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു സ്റ്റേബിൾ ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. സിൽവറിലോട്ട് വരുമ്പം ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്, സെയിം ടൈം റിസ്ക്കും ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് അതിൽ കൊണ്ടുപോയി മുഴുവൻ ഇടാണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ മുന്നിൽ ആ ഒരു പൊട്ടൻഷ്യൽ കാണുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കുന്നതും ശരിയല്ല. സോ ഒരു 50% ഗോൾഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ 70-80% ഗോൾഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു 20-30% സിൽവറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ കണ്ടാണ് ഗോൾഡ് ഇടിഞ്ഞ സമയത്ത് നമ്മൾ ഗോൾഡ് സജസ്റ്റ് ആരെങ്കിലും മേടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡ് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഭാവിയിൽ അത് റിട്ടേൺ തരുമെന്ന് പറയുന്ന സമയത്ത് ഇല്ല ഇത് ഇടിയുന്നുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതും കാണുന്നുണ്ട്. പിന്നെ ക്ലാരിറ്റിക്ക് വേണ്ടി അപ്പോൾ ഇപ്പത്തെ ഒരു ചെറിയ കറക്ഷൻ വരുന്നുണ്ട്, അതായത് ലാഭം എടുക്കുന്നതായിരിക്കുമല്ലോ ആളുകൾ, വിറ്റ് ലാഭം എടുക്കുന്നതാണല്ലോ. അപ്പം ഈ സമയത്ത് നമ്മൾ ഇനി ചെറിയ പൈസക്ക് നമുക്കിപ്പോ ഗോൾഡ് വാങ്ങാനും പറ്റും നമുക്കപ്പം ഈ സമയത്ത് കൂടുതൽ ഗോൾഡ് വാങ്ങി വെക്കുന്നത് ഉചിതം തന്നെയായിട്ടുള്ള ഒരു തീരുമാനമല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് ലോങ് ടൈമിലായിരിക്കണം. നമ്മളൊരു ഷോർട്ട് ടൈമിൽ ഇപ്പൊ ലാസ്റ്റ് 1, 2, 3 വർഷത്തെ റാലി കണ്ട് അതേപോലെ ഒരു റിട്ടേൺ ഈ ഒരു ഡിപ്പിൽ മേടിച്ചാൽ അടുത്ത 3 വർഷം കിട്ടുമെന്ന് വിചാരിച്ചാണ് നമ്മൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അങ്ങനല്ല, അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഗോൾഡിൽ ഒരു റിട്ടേൺ കിട്ടുമെന്നും, അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റിയുടെ ഒരു ഹെഡ്ജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഗോൾഡ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഓരോ ഡിപ്പിലും നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഷോർട്ട് ടൈമിൽ ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യരുത്. താങ്ക് യു.